ഇത് മനോഹരമായൊരു ദിവസത്തിൻ്റെ ഓർമ്മയാണ്. തലേന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു. അങ്ങനെ 8:30 എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ബുള്ളറ്റിലൊരു യാത്ര പോകാമെന്നാണ്. ഞാൻ പറഞ്ഞു, എങ്ങോട്ട് യാത്ര പോകാമെന്ന് വെച്ചു. നമുക്ക് ഗൂഡല്ലൂരിലേക്കോ എങ്ങോട്ടോ പരിസരത്തോ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിലേക്ക് പോകാം. ഞാൻ റെഡി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നാൽ ലീവ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ബുധനാഴ്ച എനിക്ക് ലീവാണ്, നമുക്ക് വേണമെങ്കിൽ അന്ന് യാത്ര ചെയ്യാമെന്നാണ്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ രാത്രി ഡ്യൂട്ടി 8:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞു. സുഹൃത്തിനെ ഞാൻ വിളിച്ചു. സുഹൃത്ത് എത്താൻ കുറച്ച് വൈകും എന്നറിഞ്ഞു. ഞാൻ എൻ്റെ ആശുപത്രിയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് 8:30 എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്നെ പ്രതീക്ഷിച്ച് വരുന്ന 5-6 പേഷ്യൻസ് ഉണ്ട് വന്നു. അവരെ ഒക്കെ പരിശോധിച്ചു. പിന്നെ ഞാൻ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ യാത്ര തുടരാൻ വൈകും എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പതിയെ എൻ്റെ വണ്ടി അവിടെ അവരുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലാണല്ലോ ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് പതിയെ ഹോസ്പിറ്റലിൽ നിന്ന് എടവണ്ണ ഒരു സീതി ഹാജി പാലുണ്ട്, മനോഹരമായ വിഷ്വൽസൊക്കെ ഉള്ളൊരു പാലം. ആ പാലത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നുപോയി. അതിനിടയിൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഒരു അമ്മയുടെ മകൾ, അവൾക്ക് എന്നോട് കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അമ്മ എപ്പോഴും അവിടെ അഡ്മിറ്റുണ്ട്. ആ മകൾ കാണുമ്പോഴൊക്കെ ദേഷ്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പം എന്തോ ഒരു പുഞ്ചിരി മുഖത്ത് നിന്ന് വിരിയുന്നത് കണ്ടു. എൻ്റെ മനസ്സ് ചുമ്മാ പറഞ്ഞു, എൻ്റെ ഒരു ഡാൻസിൻ്റെ പേരിലാണ് അവർക്ക് എന്നോട് ഇത്രയേറെ ദേഷ്യം. 1000 ചില്ലാനം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും കൊച്ചു കളിത്തമാശകൾ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ വ്ളോഗുകൾ ഒരു സീരിയസ് പ്ലാറ്റ്ഫോമായിട്ട് കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. എൻ്റെ വ്ളോഗിൽ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വ്യക്തിയും നമ്മളുടെ ഒരു സുഹൃത്ത് വലയത്തിൽ ഒരാളായിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസുകളും ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങളും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നൊരു ഡോക്ടറായി അങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോയിക്കൊണ്ട് ഒരുപാട് മെഡിക്കൽ കണ്ടൻസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവളത് പുഞ്ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു പക്ഷേ കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റലുകളിൽ നിന്ന് എന്നെ കണ്ടിട്ടോ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടോ ഉണ്ടായ അനുഭവങ്ങൾ അവൾ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള മെൻ്റൽ മാപ്പ് മാറിയോ എന്നൊരു സംശയമാണ്, ഉറപ്പില്ല. അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ അപ്പോൾ ചെറിയൊരു സന്തോഷം മനസ്സിൽ വിരിഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ ഇടവണ്ണയിലേക്ക് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംശയമായിരുന്നു. ഡോക്ടർക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ടാവും, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ ഒരുപാട് ശത്രുക്കളും ഉണ്ടാവും. ശത്രുക്കൾ മീൻസ് നമുക്കൊരു അസുഖം കുറേ കാലം മരുന്ന് കഴിച്ച് മാറുന്നില്ലെങ്കിലൊക്കെ പലരും പറയും, ആ ഡോക്ടർ മരുന്ന് കഴിച്ച് മാറുന്നില്ലല്ലോ. അത് ചിലരിലൊക്കെ എന്തോ ഒരു ദേഷ്യമായി ഒരു ഡോക്ടറെക്കുറിച്ചുള്ള കുറച്ച് കുറ്റം പറച്ചിലൊക്കെ നിലനിൽക്കും എന്നുള്ളത് സ്വാഭാവികം. അത് മെഡിക്കൽ പ്രൊഫഷനിലെ റൂളാണ്, നമ്മളെ ഗോൾഡൻ റൂൾ എന്ന് പറയും. 80-20 എന്ന് പറയും. 80% ആൾക്കാർ നല്ലത് പറയുമ്പോൾ 20% ഏതൊരു ഫീൽഡാണെങ്കിൽ മോശം പറയുമെന്നുള്ളത്. ചുരുക്കി പറഞ്ഞ് നടന്ന് നീങ്ങുമ്പോഴൊക്കെ പലരും ഇങ്ങനെ പലതും ചിരിക്കുന്നുണ്ട്. ഓരോ ഷോപ്പുകളിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരു മോർണിംഗ് വാക്കും കിട്ടുകയാണല്ലോ. ചിലരൊക്കെ പറഞ്ഞാൽ അന്ന് എങ്ങോട്ടാണ് ഡോക്ടറെ യാത്ര, എന്തോ ബ്ലോഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്, ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ചിലപ്പം ബ്ലോഗ് ചെയ്യും, ചിലപ്പം ചെയ്യാതിരിക്കും. അതാണ് എൻ്റെ ഒരു തിയറി തന്നെ. ബ്ലോഗ് ചെയ്യുക എന്നതല്ല നമ്മളെ ലക്ഷ്യം. ആ സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ എക്സ്പീരിയൻസുകളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ബ്ലോഗ് ചെയ്യുക എന്നുള്ളത് ഒരു ഇതായിട്ടോ. പിന്നെ എൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടല്ലോ, അവർക്ക് എങ്ങനെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി മാനിക്കേണ്ടതുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം തീർച്ചയായിട്ടും എനിക്ക് വ്ളോഗുകൾ ഇഷ്ടം പോലെ കണ്ടൻസ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടവണ്ണ പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പം പാലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയത് ഇങ്ങനെ കുറച്ച് നേരം കാത്തിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പലപ്പോഴും അവിടെ നിന്ന് വ്ളോഗ് ചെയ്താലോ ചെയ്തില്ലല്ലോ എന്നൊക്കെ തോന്നി. പക്ഷേ വ്ളോഗ് ചെയ്താൽ പിന്നെ തലച്ചോറിൽ ആ വ്ളോഗിൻ്റെ ഒരു ഇതാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചെയ്യാൻ ചിലപ്പോൾ മൊബൈലിൽ സ്പേസും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്തില്ല. അവിടെ നിന്ന് ഒരു ലൈവ് കൊടുത്തു. ഞാനൊരു യാത്ര പുറപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഓരോ ലൈവ് കൊടുത്തു. അങ്ങനെ ആ യാത്ര തുടർന്നു. മാഷോട് സഞ്ചരിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് ഗുഡല്ലൂർ വഴി അങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും പോണ വഴിക്കൽ എന്തായാലും ഏതെങ്കിലും സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാലും ഒരു മധുരം ഇടാത്തൊരു പാലും പിന്നെ ഒരു സമൂസയും കഴിച്ചിട്ടാണ് പോകുന്നത്.
എന്തായാലും അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും ഫുഡുകൾ. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ പക്ക തമിഴൻ കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല കടകളും ഇങ്ങനെ അന്വേഷിച്ച് അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു മലയാളിയുടെ കടയിൽ തന്നെ. അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് തമിഴ് വിഭവങ്ങളൊന്നുമില്ല. ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ആ നാട്ടിലത്തെ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണല്ലോ വേണ്ടത്. അങ്ങനെ അങ്ങോട്ട് പോയി. ഇതിൻ്റെ വിഷ്വൽസൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വിഷ്വൽസ് ഉണ്ട്, പക്ഷേ അത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അതിന് മാത്രം വലിയ, കാരണം ഈ ആഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് ഈ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ അവിടെ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാം. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അതാണ് ഞാൻ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള കാരണവും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ കാണുക, എന്നിട്ട് ഈ യാത്രയിൽ നിങ്ങളും സഞ്ചരിക്കുന്നതിനെ അനുമാനിച്ച് കഴിയുമ്പം ഈ സ്റ്റോറിയിൽ നിങ്ങളും ഒരു ഭാഗമായിട്ട് മാറും. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോയി, മലയാളിയാണ് തീർച്ചയായിട്ടും, നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറേ മലയാളത്തിലൊക്കെ സംസാരിച്ചു. അങ്ങനെ എന്ത് ചെയ്ത് അവിടുന്ന് ഒരു തമിഴ് ഫുഡ് എന്നുള്ള നിലയിൽ നമ്മൾ സാധാരണ നമ്മൾ ഹൽദിറാമിൻ്റെ ഒക്കെ കിട്ടുന്ന ഫുഡ് തന്നെ കഴിച്ച് ഒരു നല്ല ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടെ ഒരുപാട് കുശലങ്ങളും ഒരുപാട് വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്കിൽ ഞാൻ കയറിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അങ്ങനെ ബൈക്ക് എനിക്കത് ഓടിക്കാനും അറിയില്ല. നമ്മൾ അതേ കാർ തന്നെ ഓടിച്ച് അങ്ങനെ പോരുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്തായാലും കുറച്ചൊരു കോച്ചിലൊക്കെ ഫീൽ ചെയ്തു ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് ബൈക്കിൽ കയറുമ്പം കുറച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ വെക്കാനല്ലേ, അത് വെക്കാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. അങ്ങനെ വീണ്ടും അങ്ങനെ പലതും ചർച്ച ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയി. ഒരു ഗുഡലൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ലൊരു തമിഴ് ചെറിയൊരു തമിഴിൻ്റെ ഒരു കെട്ടിക്കട പോലെ കണ്ടു. അപ്പോൾ അത് എനിക്കാണെങ്കിൽ നല്ല തലേന്ന് ഉറക്കാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ ബൈക്ക് യാത്രയിൽ അധികം ഫീൽ ചെയ്യില്ലെന്ന് തോന്നുന്നു ക്ഷീണം. വണ്ടി പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് വണ്ടി സൈഡാക്കി ഞാൻ പറഞ്ഞു, മാഷെ നമുക്ക് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്റ്റേഷനിൽ കുറച്ച് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇന്നലെ രാത്രി എടുത്തതാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം മാറും, അതെങ്കിലും കിട്ടണം. പക്ഷേ യാത്രയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഫ്രഷ് എയറും ശ്വസിച്ച് യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും വല്ലാതെ ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ അവിടെ എത്തി, തമിഴ്നാട്ടിൽ അങ്ങോട്ട് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് ഹോട്ടൽ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു വിജയ ഹോട്ടലിൽ കയറി. അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര നല്ല കമ്പനി കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ പറയും തമിഴ് ഭക്ഷണം എന്താണുള്ളതെന്ന് ചോദിച്ചു. നല്ല തമിഴൻ ചായ കുടിച്ചു, നല്ല രുചിയുള്ള ചായ. ഒരു തമിഴൻ ചായയും തമിഴ് പൊക്കവടയും കഴിച്ചു. അവരതിൻ്റെ മെനു ഒക്കെ പറഞ്ഞു തന്നിട്ട് അതൊക്കെ വ്ളോഗുകളായിട്ട് വരാനിരിക്കുന്നതാണ്, അതൊക്കെ അതിലുണ്ടാവും. നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു. അവരും മരുമോളും ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ യാത്ര എങ്ങോട്ട് തിരിക്കണം. അപ്പോൾ നമുക്ക് ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുക. അങ്ങനെയാണ് ഊട്ടിയിലേക്ക് യാത്ര ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്. അതും ബന്ദിപ്പൂർ അവിടുത്തെ ഒരു കാട് പ്രദേശങ്ങൾ വഴിയുള്ളൊരു യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഗുഡല്ലൂർ കഴിഞ്ഞ് എന്തായിരുന്നു ആ ഒരു ഫോറസ്റ്റ് റിസർവില്ലേ, അവിടേക്ക് പോയി. എന്തായിരുന്നു എൻ്റെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്നോട് മറന്നു പോകാൻ. അപ്രതീക്ഷിത യാത്ര ആണല്ലോ. ടൂറിസ്റ്റ് ലൊക്കേഷൻ ഞാൻ മുമ്പ് പോയ സ്ഥലം തന്നെയാണ്. ആ ഫോറസ്റ്റ് അവിടെ ചെന്നെത്തിയപ്പം അവിടുന്നാണ്, അതിൻ്റെ മുമ്പ് അവിടുന്ന് ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്ത് അവിടുന്നാണ് ഒരു ബ്ലോഗ് വീണ്ടും തുടങ്ങുകയാണ്. അവിടുന്ന് ബ്ലോഗ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആദ്യം മാഷോട് ഇങ്ങനെ പറഞ്ഞു, ഒരു പോലീസ്മാൻ ഉണ്ട്, പോലീസ്മാനോടൊന്ന് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ നോക്കി. പക്ഷേ പോലീസ്മാൻ എന്ത് ചെയ്തു, അപ്പോഴേക്ക് പോലീസ്മാന് ബ്ലോഗിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അത് ആ ഏരിയയിലുള്ള ആൾക്കാർ തമിഴല്ല സംസാരിക്കുന്നത്, വേറെന്തോ ഒരു ഭാഷയാണ്. ഇത് സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് 2 പാട്ട് പാടാനൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കുറച്ച് സംസാരിച്ചു. പക്ഷേ അവരുടെ സംസാരം അതിൽ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആദിവാസി മൂപ്പരെന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറേ ആൾക്കാരുണ്ട്, അവർ ഒരുപാട് പാട്ടൊക്കെ പാടിത്തരുന്നതാണ്. പക്ഷേ നമുക്ക് ടൈം ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ടൈമുണ്ട് പക്ഷേ ടൈമില്ല, അതുപോലത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷനും ലക്ഷ്യവും വന്നു ജീവിതത്തിൽ. ഊട്ടിയിലേക്ക് പോകണം എന്നുള്ള ലക്ഷ്യം എത്തിക്കഴിഞ്ഞു. നമുക്ക് ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈമിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട വരും, ഒരു പ്ലാൻ വരും അല്ലേ. അപ്പോഴേക്ക് നമുക്ക് പ്ലാനിങ് വന്നു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഊട്ടിയിലേക്ക് പോകാനുള്ള യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മാഷക്ക് ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മാഷ് ഫോൺ ചെയ്യാണല്ലോ, മാഷക്ക് ഡിസ്റ്റർബ് ആകുകയില്ല, ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ നമ്മൾ ഈ ബ്ലോഗുകൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ കണ്ടൻറ്റിലേക്ക് നമ്മൾ ഈ ടൂറ് പോകുന്നതിൻ്റെ ആവേശം അതിലേക്കും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിപ്പോൾ കൊടുക്കും. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ നോക്കി.
അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം കയ്യിൽ വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം നോക്കി, ഓക്കെ, ഒരു നമ്മളെ കൊറിയക്കാരുടെ ജീവിതശൈലി കുറിച്ചൊരു സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കുറേ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഹെൽത്തി ബെനിഫിറ്റുള്ള ജപ്പാൻകാരൊക്കെ അതേ ഡയറ്റ് ഒരു ലൈഫ് സ്റ്റൈലാണ്. എന്നാൽ പിന്നെ കൊറിയക്കാരുടെ ജീവിതശൈലി ഒന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ ആവേശത്തോടെ ഇങ്ങോട്ട് ഇത് കണ്ടു. പലപ്പോഴും ബൈക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഈ അമിത ആവേശത്തിലുള്ള ഇത് കണ്ടപ്പം അവരിങ്ങനെ നോക്കുന്നുണ്ട്. പലരും ചിലവരിങ്ങനെ കൈകൊണ്ടൊക്കെ ആക്കുന്നുണ്ട്. മാഷൊക്കെ ഇത് കണ്ട് വേഗം ഫോൺ കോളൊക്കെ ഓഫാക്കിയിട്ട് ഇത് വേഗം വീഡിയോ ഷൂട്ട് ചെയ്ത് വേഗം മാഷ് ഇതിൻ്റെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഈ ക്യാമറ ഒക്കെ വെച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തുകയാണ്. അതൊക്കെ ബ്ലോഗുകളായിട്ട് വരാനിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അങ്ങനെ എന്തായത് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് അവസാനം മാഷോട് പറഞ്ഞു, ഇങ്ങനെയാണ് കണ്ടൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് ഇപ്പോൾ നിങ്ങളെ സമയം എനിക്ക് നഷ്ടപ്പെടുത്തിയില്ല, ഞാനിവിടെ കുത്തിരുന്ന ആ സമയം വേസ്റ്റ് ആക്കുന്നത് ഇല്ലാതാക്കുകയും ചെയ്തു. ആ സമയത്തിലേക്ക് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പർപ്പസ് നിശ്ചയിച്ചു, ഒരു കണ്ടൻറ്റായി. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു EMI കറക്റ്റ് സമയത്തിന് വരേണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ വരുന്നില്ല ബാങ്കിൽ നിന്ന് അത് കിട്ടിയിട്ട് വേണം എനിക്ക് മറ്റു പല കാര്യങ്ങളും നിർവഹിക്കാൻ. അപ്പോൾ ഞാൻ സുഹൃത്താണ് അത് അയച്ചു തരേണ്ടത്. സുഹൃത്തിനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, എടാ ഭയങ്കര ആ EMI വന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന പല കാര്യങ്ങളും പോകാമെന്നൊക്കെ പറഞ്ഞു. കാരണം ഇതൊക്കെ പറയാനും സംസാരിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനപ്പോൾ അതിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്താൽ എനിക്ക് നടക്കില്ല. ഇതാണ് നമ്മൾ സമയത്തിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം. അതാണ്, സമയത്തിനാണ് നമ്മൾ ഏറ്റവും വാല്യൂ കൊടുക്കുന്നത്. എങ്ങനെ അത് ഫില്ല് ചെയ്യണം, എങ്ങനെ ഈ സമയം നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ സമയം എന്തിനൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈം കിട്ടി എങ്ങനെ അത് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ യാത്ര തുടരുകയാണ്. അവിടുന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊരു ഹോട്ടലിൽ കയറണമല്ലോ. അങ്ങനെ ഞങ്ങൾ യാത്ര പോയിട്ട് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ബൊട്ടാണിക്കൽ എത്തിയപ്പോൾ ഓൾറെഡി ഞാൻ അവിടുന്ന് വ്ളോഗൊക്കെ ചെയ്താണല്ലോ. പക്ഷേ അവിടുന്ന് വ്ളോഗ് ചെയ്ത് എന്നാലും ആയിക്കോട്ടെ, ഓരോ പ്രാവശ്യത്തെ വ്ളോഗിങ് അനുഭവത്തിനും ഒരു വ്യത്യസ്ത കഥ പറയാനുണ്ടാവും. ഒരേ സ്ഥലത്ത് നമ്മൾ കുറേ പ്രാവശ്യം പോയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന സെറ്റിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ മനുഷ്യന്മാർ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമായിരിക്കും. അതിനിടയ്ക്ക് മാഷ് പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെ കോട്ടൊക്കെ ഇടാതെ എങ്ങനെ യാത്ര ചെയ്യുന്നത്? മാഷ് ചോദിച്ചാൽ നിങ്ങൾ കോട്ട് എടുത്തോളി കൂട്ടി. ഞാൻ കോട്ട് എടുക്കില്ല, ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടാൽ പോരാന്നാണ്. കാരണം ഈ തണുപ്പൊക്കെ ആസ്വദിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്ക് നമുക്ക് ആസ്വാദനം കിട്ടൂല. അല്ലെങ്കിൽ കോൾഡിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ബൂസ്റ്റിംഗ് എബിലിറ്റി ഉണ്ട്. നമ്മൾ കോൾഡ് വാട്ടർ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, വെറുതെ ഈ കോൾഡ് പതിയുന്നത്, ഈ കോൾഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാഹ്യ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൈറ്റോകോൺഡ്രിയ, നമ്മളെ എനർജി സോഴ്സാണ് ഈ മൈറ്റോകോൺഡ്രിയ. ഈ മൈറ്റോകോൺഡ്രിയയിലെ എനർജിയൊക്കെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ശക്തിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയൽ എനർജിയൊക്കെ അങ്ങോട്ട് കൂടുതലായിട്ട് ശക്തമാകുമ്പോൾ നമ്മൾ സ്വയം ഊർജ്ജസ്വലരാകും അല്ലേ? ആ ഊർജ്ജസ്വലത പിന്നീട് നമുക്ക് ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു തെറാപ്യൂട്ടിക്കലായിട്ട് ഞാനിത് വെറും ടീഷർട്ട് ഇട്ടാൽ വരുന്നതെന്ന് മാഷോട് പറഞ്ഞു. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് എത്തി. ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ വിഷ്വൽസ് എടുക്കാൻ നോക്കി. ഞാൻ മാഷെ അങ്ങോട്ട് വിളിച്ചു. നമുക്കതൊരു കുറച്ചൊരു ആവേശത്തിൽ ഒരു എനർജൈസ്ഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. മാഷ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നതിലേക്ക് ഒരു സ്കൂളിൽ കയറിയിട്ട് കുട്ടികൾ കളിച്ചിരിക്കുന്നുണ്ട്. മാഷ് ചോദിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്യല്ലേ? മാഷ് ഒറ്റയടിക്ക് പറഞ്ഞു, ഇവിടെ അങ്ങനെ പാടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നമ്മൾ സമീപിക്കരുത്. നമ്മളൊരു ഹൈ എനർജി ലെവലിൽ അവരെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട്ട് വരും. അങ്ങനെയാണ് ഈ ബ്ലോഗിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരിട്ട് പറയാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വ്ളോഗ് ചെയ്യട്ടെ തന്നെ പറയില്ല. അപ്പോൾ മാഷോട് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റൊരു മാഷ് കമ്പനിയായി. ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ ആ കമ്പനിയായ മാഷോട് നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടികൾ നമ്മൾ കൂടെ വരുമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് നമ്മളൊരു എനർജി അങ്ങോട്ട് ഉണ്ടാക്കണം. നമ്മൾ അങ്ങോട്ട് ഒരു ട്രിഗർ ഇട്ടാക്കി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇവരിങ്ങോട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുക. ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയപ്പോൾ അവിടെ കുറേ തമിഴ് ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഷ നിങ്ങളെ ചോദിച്ചു നോക്കിയാലും ഞാൻ പറഞ്ഞു, മാഷ നമ്മൾ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞു, മാഷ നിങ്ങളിങ്ങോട്ട് വരി, നമ്മൾ ഇങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് കുറേ ആവേശത്തോടെ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ
അതേ ആവശ്യത്തോടെ പ്രതികരിക്കുന്നത് കണ്ടു. ഞാൻ വേഗം എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഫോണെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു. വളരെ ആവേശത്തോടെ അവർ പ്രതികരിച്ചു. വളരെ സന്തോഷകരമായ സൗഹൃദം രൂപപ്പെട്ടു. മനസ്സിലായില്ലേ? വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ബ്ലോഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കുറേ കുട്ടികളുണ്ട് അവിടുന്ന് സ്കൂളിൽ നിന്ന്. ഞാൻ പറയും കുട്ടികളെ ഹായ്. കാരണം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എല്ലാവരും ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലാണ് കിടക്കുന്നത്. അത് പ്രശ്നമല്ല. അവരപ്പോൾ എന്നോട് അവരിങ്ങോട്ട് വന്നു. ഞാൻ കുറച്ച് തമിഴിൽ അങ്ങോട്ട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായി മലയാളികളാണ്. ഓ റൊമ്പ മലയാളി താൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോഴേക്കും അവർക്ക് എന്തേലും കേരള റൊമ്പ അഴകാ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവരെന്ത് ചെയ്തു റെസ്പോണ്ടായി. അവരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു, മറ്റവരെ കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെ എല്ലാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പലരും അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പലരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്ത് പോയി. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ഒരു ബ്ലോഗ് ഉണ്ടാക്കി. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ബൊട്ടാണിക്കൽ പാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. അവർ താടി വെച്ച അവരെ മുമ്പ് നമ്മൾ ഊട്ടി പോയപ്പോൾ അവർ പരിചയപ്പെട്ടതാണ്. നമ്മൾ അവിടെ പാർക്ക് ചെയ്യുക. നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ ഒരു തമിഴൻ ബിരിയാണിയും ഇത് കഴിച്ചു. മാഷ് പറഞ്ഞു എനിക്ക് ഇപ്പോൾ ബിരിയാണി വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി കുഴപ്പമുണ്ടാവില്ല, നമുക്ക് മുമ്പ് കഴിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബിരിയാണി ഓർഡർ ചെയ്തു. മാഷ് പുസ്ത ഓർഡർ ചെയ്തു, അതിൻ്റെ ഫുഡ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് മാഷ് എടുത്ത് പറഞ്ഞാൽ ഇത് തന്നെ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അതിൽ ചിരിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യേണ്ടതെന്ന്. കാരണം അവിടുന്ന് അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ ഒരു വിഷ്വൽസ് ആയിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നതിന് വരിക. അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ തിരിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സ്വീറ്റ് കോൺ വാങ്ങാൻ തോന്നിയത്. എൻ്റെ മൈൻഡിൽ വെച്ച് ഈ സ്വീറ്റ് കോണിനെ കുറിച്ച് എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിടാന്ന് വെച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്ലോഗിൽ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഈസിനെസ്സാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. മാഷൊക്കെ ഒരു അത്ഭുതം തോന്നുകയാണ്. മാഷറിയാം എനിക്കൊക്കെ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യണേ കുറേ കാലമാണ്. ഞാൻ വേഗം സ്വീറ്റ് കോൺ ചാറ്റ് GPT പെട്ടെന്ന് ഇങ്ങോട്ട് അടിച്ചു 10 ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് സൈഡ് എഫക്ട്സ് ഓഫ് സ്വീറ്റ് കോൺ. പോയിൻ്റ് ആയിട്ട് ഇതിങ്ങോട്ട് വന്നു. എന്നിട്ട് ആ ഒരു സിറ്റുവേഷണൽ ഫാക്ടറിലേക്ക് ഈ കണ്ടൻസ് ഇൻഫർമേഷൻസ് അങ്ങ് ആഡ് ചെയ്തു. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു കണ്ടൻറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. ആ അമ്മ നമുക്ക് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ ഇങ്ങനെ ആക്കി തരുമ്പം അമ്മയോടും മാഷോടും സംസാരിക്കുന്ന രീതിയിൽ ഒരു കണ്ടൻറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുക. ഒന്നാലോചിച്ച് നോക്കണം. ഇതാണ് ജീവിതം. നമുക്ക് എപ്പോഴും കണ്ടൻസ് തരും. നമ്മൾ ഗെറ്റ് റെഡി ആയിരിക്കണം എപ്പോഴും. നമ്മളിങ്ങനെ ഇതിപ്പോൾ ഞാൻ ഗെറ്റ് റെഡി അല്ല, ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. നമ്മളിങ്ങനെ ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് ഇതൊക്കെ കേട്ടിരിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ അസിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഓരോ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തരുന്നതാണ്. ഗൂഗിളൊക്കെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ഈ AI സോഫ്റ്റ്വെയറുകൾ ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് എന്തിനാണ്? മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ജീവിതത്തെ ഏറ്റവും പവർഫുള്ളാക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് അവർക്ക് ക്യാഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൻ്റെ യൂട്ടിലിറ്റി ആക്കാൻ വേണ്ടിയാണ്. നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യണം മാക്സിമം. എപ്പോഴാണെന്നല്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു, അവിടുന്ന് ആ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതേ ഹോട്ടലിൽ തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് അതിനിടയ്ക്ക് പണ്ട് ഞാൻ വന്നപ്പോൾ അറഫ ഹോട്ടലുണ്ട്, ഷാജിനെ വിളിച്ചു. ഷാജി ഏതായാലും നാട്ടിലാണെന്നാണ്. അപ്പോൾ ഷാജി നമ്മൾ ഊട്ടിയിൽ വന്ന എപ്പം വരികയാണെന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ ഷാജിനെ വിളിച്ചു. പക്ഷേ ഷാജിൻ്റെ അടുത്തേക്ക് പോകാനുള്ള റൂട്ടൊന്നും പ്രത്യേകിച്ച് ക്ലിയർ ആകത്തോണ്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും മാഷോട് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വീട്ടിലോട്ട് തന്നെ പോകല്ലെന്നാണ്. ഒരു ഇതാണ് നമ്മൾ വീട്ടുകാർക്ക് ഒരു കാര്യങ്ങൾ പ്രോമിസ് ചെയ്യണം, ഞങ്ങൾ ഇത്ര സമയത്ത് തന്നെ എത്തും. അപ്പോൾ നമുക്കുള്ളൊരു ആശങ്ക തുടങ്ങും, നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല. എൻ്റെ ഫോണാണ് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ മാഷോട് നമുക്കൊരു കാര്യം ചെയ്യാം മാഷേ, നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് യാത്ര തുടങ്ങുമ്പോൾ നല്ല തണുപ്പ് കൂടി വന്നു കേട്ടോ ഊട്ടിൽ. ആ തണുപ്പൊക്കെ കൂടി കുറച്ച് കഴിഞ്ഞ് എന്നാ പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെയും പോകാൻ തന്നു. എന്താ ഷൂട്ടിംഗ് പോയിൻറ്റിലേക്ക് പോകാൻ തന്നു. ഷൂട്ടിംഗ് ഏതാണ്ട് രാത്രി ആയിട്ടില്ല, 5 ഇരുട്ടായിട്ടുണ്ട്. പക്ഷേ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേഗം അങ്ങോട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് നിലക്കടല വാങ്ങി, പീനട്ട് വാങ്ങി, അത് ചൂടോടുള്ളത്. ആ ഒരു തണുപ്പത്ത് അത് ചൂടോടെ കഴിക്കാൻ തോന്നുകയും ചെയ്യും കേട്ടോ. ആ ചൂട് പീനട്ട് വാങ്ങി. എന്നാൽ മാഷേ ഞാൻ പീനട്ടിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഇട്ടതാണ്, എങ്കിലും ഒന്നുകൂടി പീനട്ടിനെ കുറിച്ച് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് പറയാമെന്ന് പറഞ്ഞു. ഒരു ഐഡിയ ഉദിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതാണ് ബ്ലോഗിങ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു സിറ്റുവേഷണൽ ഫാക്ടറിൽ ഒരേ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും.
പീനട്ടിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷണൽ ഫാക്ടറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവും. അവിടെ നിന്ന് പീനട്ട് കഴിച്ചുകൊണ്ട് കോട്ടിയിൽ തണുപ്പത്തിങ്ങനെ കോച്ചിലൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ശൈലി ഡിഫർ ആകുമ്പോൾ അത് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി ഈസി ആവും എന്ന് തോന്നിയപ്പം അതിനെക്കുറിച്ച് വീണ്ടും ഒരു റിപ്പീറ്റഡ് കണ്ടൻറ് ഉണ്ടാക്കുകയാണ്. ഒന്ന് ആലോചിച്ചോക്കണം. 3 കണ്ടൻസ് ഈ ഒരു ടൂറിസ്റ്റ് നമ്മൾ പറയാം, നമ്മളിപ്പോൾ ഒരു പുസ്തകം ഒരു ടൂറ് പോകുന്ന സ്ഥലം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതൊരു ബോറടി ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇതേ പുസ്തകം വായന ആ ടൂറിൻ്റെ അല്ലെങ്കിൽ അതേ മൊമെൻ്റ് കീപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അറിവ് നേടലും അറിവ് പങ്കുവെക്കലും അതും ഒരു ടൂറിസ്റ്റ് എൻ്റർടൈൻമെൻറ്റും ടൂർ സമയത്തുണ്ടാകുന്ന ആ ഒരു മൈൻഡ് സെറ്റും കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും അത് എൻജോയബിൾ ആയിരിക്കും അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാം എൻജോയ് ചെയ്ത് ചെയ്യുക. ജീവിതത്തിലെല്ലാം എന്ത് ചെയ്യുന്നോ എൻജോയ് ചെയ്യുക. സമയം വളരെ കറക്റ്റായിട്ട് എന്തിനൊക്കെ വേണോ നമുക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം അങ്ങനെ ഉപയോഗപ്പെടുത്താം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ വർത്താൻ പറയുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ എന്നിലേക്കുള്ള ഒരു ഫെറമോൺസ് അവർ ഇട്ട് തരികയാണ്. ഒരു ചിരി അവർ സമ്മാനിക്കുകയാണ്. ചിരി ശമിക്കുന്നതോട് കൂടി നമുക്ക് പരസ്പരം സംസാരിക്കാം എന്നുള്ളൊരു വിളിയാണ് അവർ നമുക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അതിൽ ഭാഷയൊക്കെ ഒന്നിനും വ്യത്യസ്തമല്ല. മഹാരാഷ്ട്രക്കാരാണ്. ഞാൻ വേഗം വിളിച്ചു. അവർക്ക് ജയ് മഹാരാഷ്ട്രക്കാർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ജയ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാരാണ്. അതെല്ലാവർക്കും അതായിരിക്കും. സ്വന്തം പ്രദേശത്തെക്കുറിച്ച് ഒരു നല്ലത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഞാൻ കേരളത്തെക്കുറിച്ച് ആ കുട്ടികളുടെ അടുത്തൊരു തമിഴനായിട്ട് ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞപ്പം അവരുടെ ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്, എക്സ്പ്രഷൻ ഞാൻ നോട്ട് ചെയ്തതാണ്. ഇതുപോലെ ജയ് മഹാരാഷ്ട്ര എന്നുള്ള പറഞ്ഞോടുകൂടി അവർ ഭയങ്കര സന്തോഷമായി. അവരെനിക്ക് പാട്ട് പാടി തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സംഘത്തിൽപ്പെട്ട ഒരുപാട് അവരും വീണ്ടും പാട്ടുകളൊക്കെ പാടി. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനിടയിൽ കുറച്ച് 2-3 കുട്ടികളെ ഞങ്ങൾ അവിടെ നോട്ട് ചെയ്തു കേട്ടോ. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അവിടത്തേക്ക് ഞാൻ അങ്ങനെ പോകുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു അഹങ്കാരം കാണിക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അവർ MDMA ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് പേരാണ് എന്നാണ്. പിന്നെ നമ്മൾ അനുമാനിച്ച് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്തോ തോന്നി. അങ്ങനത്തെ ചില കാര്യങ്ങളും നടക്കുന്നുണ്ട് ലോകത്ത്. എന്തിനു വേണം ഈ MDMA അല്ലെ ലഹരിയോ ഉപയോഗിച്ചില്ലേ നമുക്ക് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തൊരു ഡെസ്റ്റിനേഷൻ എത്തിക്കാൻ നമ്മൾ ഹാപ്പിയാണ്. നമ്മളെ ഹാപ്പിനെസ് നമ്മളുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് ഒരു ലഹരി വസ്തുക്കളെ നമ്മുടെ ശരീരം നശിപ്പിക്കുന്ന വസ്തുക്കളെ പ്രേരണയൊന്നും വേണ്ട. അങ്ങനെ എന്ത് ചെയ്തു? അവിടുന്ന് ഷൂട്ട് ചെയ്തത് അവിടുന്ന് വീണ്ടും കുറച്ച് നമ്മൾ മഞ്ചേരിയുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. അവരോടൊപ്പം കുറച്ച് പാട്ട് പങ്കുവെച്ചു. അവിടുന്ന് നിഷാദം നമ്മുടെ കൂടെ വന്ന മാഷക്ക് 1-2 പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഞാൻ കൊടുക്കാൻ മറന്നു വരുന്നു. അത് അവിടുന്ന് കൊടുത്തു. അങ്ങനെ തിരികെ വരുമ്പോൾ അവിടെ കുറേ കൊച്ചു കുട്ടികൾ ടൂർ വന്നതാണ്. അവരെയും ഞാൻ ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് അവരോട് കൂടെയും ആ ഒരു വ്ളോഗ് പൂർത്തീകരിച്ച് തിരികെ പോരുകയാണ്. അങ്ങനെ തിരികെ ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വേഗം വീട്ടിലെത്തണം, 10 മണിക്ക് തന്നെ എത്തണം എന്നൊക്കെ വിചാരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിലമ്പൂർ നിലമ്പൂർ പാട്ട് നടക്കുകയാണ്. ഭയങ്കര തിരക്കാണ്, റോഡ് ബ്ലോക്ക്, ഒരു രക്ഷയില്ല. ഇന്നലെയാണ് ബുള്ളറ്റിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്തുള്ള ബെനിഫിറ്റ് വരും. കുറച്ചുകൂടി നേരത്തെ എത്താൻ പറ്റി. അതുകൊണ്ടാണെന്ന് പറയാം. 1.5 മണിക്കൂർ നമ്മൾ ആ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്നു. അപ്പോൾ ഞാൻ മരിച്ചു. ഏതായാലും ഈ ട്രാഫിക്കിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. എൻ്റെ കൈകൾ ഫ്രീ ആണ്. മാഷാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വേഗം എൻ്റെ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ അവിടെ നിന്നുള്ള ഒരു എന്താ പറയുക, ഒരു റോഡ് ബ്ലോക്കിൽ നിന്നുള്ള നിലമ്പൂർ പാട്ടിൻ്റെ വിഷ്വൽസ് എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കഴിയുന്നത്ര അവിടുന്ന് ആൾക്കാർ സന്തോഷത്തോടെ തിരിച്ചു വരുന്നതും അവിടുത്തെ ഒരു യന്ത്രൂഞ്ഞാൽ കറങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് വിഷ്വൽസൊക്കെ അങ്ങനെ പകർത്തിക്കൊണ്ടേയിരുന്നു. മനസ്സിലായി? അവിടെയും ഒരു ബോറടിച്ച് നിൽക്കുക. മഹാബോറല്ലേ എത്രയും സമയം ഒരു ട്രാഫിക് ബ്ലോക്ക് പെടുക എന്നാണ്. ആ ബോറടിയെ മാറ്റാൻ വേണ്ടി അവിടെയും ഒരു ക്രിയേറ്റിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ആ ക്രിയേറ്റിവിറ്റി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഓവർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഈ വീഡിയോ വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇത് വേണേൽ എനിക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കാം. പക്ഷേ അതിന് ഞാൻ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റീവ് ആക്കുന്നതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാം. പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. കാരണം ഇത് ഞാൻ എത്ര കഥ പറഞ്ഞാലും ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതൊരു പുസ്തകമായിട്ട് എഴുതണമെങ്കിൽ ഇതിന് ഒരുപാട് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകളായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ കുറേ ട്രാഫിക് ബ്ലോക്കൊക്കെ മറന്ന് നിലമ്പൂർ പാട്ടിൻ്റെ കുറച്ച് വിഷ്വൽസ്, കുറച്ച് വീഡിയോസൊക്കെ അതിലൂടെ പകർത്തി അങ്ങനെ എന്ത് ചെയ്തു?
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടവണ്ണെത്തിയപ്പോഴേക്ക് ഏതാണ്ട് 12 കാലമൊക്കെ ആയിട്ടുണ്ട്. രാത്രി 12 കാലമൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഭാര്യയൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്ത് വിചാരിക്കും അവർ? കാരണം നമുക്കുണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും വീട്ടിലോട്ട് നേരത്തെ എത്തണമെന്ന്. പക്ഷേ പല ടൂറിസ്റ്റ് സാഹചര്യങ്ങൾ നമ്മൾ ആ സമയത്ത് എത്തിപ്പെടാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ അവിടുന്ന് ഇടവണ്ണെത്തിയപ്പോൾ അവിടെ വെച്ച് ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവിടുന്ന് വേഗം തിരിച്ച് വീട്ടിലേക്ക് യാത്ര പോന്നു. ഒരുപാട് അനുഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബ്ലോഗുകളിലും മറ്റുമായിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ലൈവായിട്ടുള്ള ആൾക്കാരാണ്. അതെല്ലാം ബ്ലോഗുകളിൽ പ്രതിഫലിക്കുന്നതാണ്. ഓക്കെ, എല്ലാ യാത്രയിലും എനിക്ക് പറയാനുള്ളത് സന്തോഷം കണ്ടെത്താനും അറിവ് പങ്കുവെക്കാനും അറിവ് നേടിയെടുക്കാനും അതിനെ സന്തോഷിക്കാനും ഒരു ലഹരിയുടെയും ഒരു മയക്കുമരുന്നിൻ്റെയും നമ്മുടെ ശരീരത്തെ ഹാനികരമായി ബാധിക്കുന്ന ഒന്നിൻ്റെയും പിൻബലമില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഊർജ്ജസ്വലതയായിട്ടും സന്തോഷമായിട്ടും പ്രതിഫലിപ്പിക്കുക. ഓക്കെ, ബൈ.